അണ്ടർ 17 ലോകകപ്പിൽ ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ മൊറോക്കോയ്ക്കും അർജന്റീനയ്ക്കും ഊറ്റൻ ജയം. മൊറോക്കോ ന്യൂ കലഡോണിയയെയും അർജന്റീന ഫിജിയെയുമാണ് തോൽപ്പിച്ചത്. കരുത്തരായ പോർച്ചുഗലിനെ ജപ്പാൻ അട്ടിമറിച്ചു. ഖത്തർ ഇറ്റലി മത്സരം സമനിലയിലായി. മുഹമ്മദ് അബ്ബാസ് വിവരങ്ങൾ നൽകും. അബ്ബാസ്, എങ്ങനെയാണ് ഇന്നത്തെ മത്സരത്തിലെ ടീമുകളുടെ ജയം? അണ്ടർ 17 വേൾഡ് കപ്പ് നടക്കുന്ന ദോഹ ആസ്പയർ സോണിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇപ്പോൾ തൊട്ടു മുമ്പും കഴിഞ്ഞ മത്സരം ഖത്തറും ബൊളീവിയയും തമ്മിലുള്ളായിരുന്നു. ഈ മത്സരം സമനിലയിൽ പിരിഞ്ഞു. തുടർച്ചയായ രണ്ടാം മത്സരത്തിലാണ് ഖത്തർ സമനിലയിൽ പിരിയുന്നത്. ഈ മത്സരം സമനിലയായി എങ്കിൽ പോലും ഖത്തർ മികച്ച പ്രകടനമാണെന്ന് പുറത്തെടുത്തത്. പല അടികളും പല ഷോട്ടുകളും ക്രോസ് ബാറിലേക്ക് തട്ടി പോകുന്ന അവസ്ഥ വരെ ഉണ്ടായി. പതിവ് പോലെ നിറയെ കാണികളാണ് ആതിഥേയരുടെ മത്സരം കാണാനായി ഇവിടെ കൂടിയിരുന്നത്. അതുപോലെ ഇന്നത്തെ മൊത്തത്തിലുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഇന്ന് മൊറോക്കോ ന്യൂ കലഡോണിയക്കെതിരെ നേടിയ ഒരു ഗംഭീര വിജയമാണ്. ഒരു പക്ഷേ അണ്ടർ 17 ലോകകപ്പിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച വിജയങ്ങളിലൊന്ന്. എതിരില്ലാത്ത 16 ഗോളിനാണ് ഈ മൊറോക്കോ ന്യൂ കലഡോണിയെ തോൽപ്പിച്ചത്. അതുപോലെ തന്നെ കരുത്തരായ അർജന്റീന 7 ഗോളിന് ഫിജിയെ തോൽപ്പിച്ചു. അതുപോലെ കരുത്തരായ ഇറ്റലി സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ വിജയം കണ്ടു. ഇതാണ് പ്രാഥമിക റൗണ്ടിൻ്റെ മൂന്നാം ഘട്ടം പുരോഗമിക്കുന്ന വേളയിൽ നമുക്ക് ദോഹയിൽ ആസ്പയർ സോണിൽ അണ്ടർ 17യുമായി ബന്ധപ്പെട്ട നൽകാനുള്ള അപ്ഡേറ്റ് ദിവ്യ.